ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു തേങ്ങാപ്പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ടോ അത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു പാൽ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യാണെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും കേട്ടോ 1 കപ്പ് അരിപ്പൊടിക്ക്. അപ്പോൾ ആദ്യമേ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടി നമുക്കൊന്ന് നനച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ല, അതുപോലെ തന്നെ വേണം കേട്ടോ അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പൊടി നല്ലോണം നനഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മാവ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് നല്ല ചൂടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തതിന് ശേഷം പിന്നെ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് ഉരുട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ലോണം തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കണം, എന്നാലാണ് ഒട്ടും ക്രാക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല ഭംഗിയിൽ നമുക്കിത് ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു മാവ് നല്ലോണമൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളകളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസുകളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണതിൻ്റെ ആ ഒരു അളവ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കൊഴുക്കട്ട ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ വിധത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണമൊക്കെ ഒന്ന് വെന്തിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ കൊഴുക്കട്ടൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി പോകരുത്, അങ്ങനെ ആകുമ്പോൾ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ടാവണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പോളം നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടോ. ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട്, എന്നാലാണ് ഈ ഒരു കൊഴുക്കട്ടയിൽ നല്ലോണം മധുരമൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്തുണ്ടാക്കി എടുക്കണ വിഭവങ്ങളിൽ ഒരല്പം പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മാത്രമാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നല്ലോണം മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു മധുരക്കുത്തൊന്ന് പോയി കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, ചെറിയൊരു പിഞ്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരണം കേട്ടോ. ആ ഒരു സ്റ്റേജ് ആവണ വരയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത്ര മതി. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പത വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൽ കൊഴുക്കട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ചൂടാറിന് ശേഷമാണ് കേട്ടോ ഞാനത് എടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല കുറച്ച് ഇങ്ങനെ തിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കൊഴുക്കട്ട തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കിയിട്ടൊക്കെ കഴിക്കട്ടോ. അത്രയും ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്